ഹലോ നമസ്കാരം, എല്ലാവർക്കും തായൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാൻ, ബട്ടർ നാൻ. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. ആദ്യത് നോർത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിരുന്ന നോർത്ത് ഇന്ത്യൻ, പാകിസ്ഥാൻ അതുപോലുള്ള നാടുകളിൽ മാത്രമാണ് ഇത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അറേബ്യൻ ഫുഡ് വന്ന പോലെ ഇതും അതിൻ്റെ കൂടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ കിട്ടും. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ വേണം എന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. നല്ല രുചികരമായ ഒരു ഫുഡാണ്. ഓക്കെ. ഇപ്പം നാൻ റൊട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കലങ്ങിയതിൻ്റെ ശേഷം മൈദയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് അരിച്ച് എടുക്കാം. അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കാം. എപ്പോഴും പുതിയ മൈദ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ല, സെയിലുള്ള കടയിൽ നിന്ന് മേടിച്ചാൽ മതി. അപ്പോൾ പുതിയ മൈദ ആയിരിക്കും. ഇതിൽ കച്ചറൊന്നുമില്ല. അടുത്തത് ഇതിലേക്ക് പഞ്ചസാര ഇടാണ്. പഞ്ചസാര 1 ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പാണ്. 1/2 ടീസ്പൂൺ ഉപ്പ്. അത് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഈസ്റ്റ് കലക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതൊരു 3/4 ഗ്ലാസ് വെള്ളമാണുള്ളത്. ഇളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് നമ്മൾ ഇട്ട് വെക്കാവുള്ളൂ. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നേരിട്ട് ഡയറക്റ്റ് ഇതിൽ കൊടുത്താലും കുഴപ്പമില്ല, അങ്ങനെ നടക്കും. ഇതിലേക്ക് 1 കപ്പ് തൈര് കൊടുക്കണം. തൈര് കൂടി ചേർക്കണം. അതിലേക്ക് 1 കപ്പ് തൈര് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി മിക്സ് ആക്കത്. ഇതിൻ്റെ അളവ് വളരെ കറക്റ്റായിരിക്കണം. ഇത് നോർത്ത് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ. നോർത്ത് ഇന്ത്യ, പാകിസ്ഥാൻ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും നാൻ. അവരൊക്കെ ഡെയിലി യൂസ് ചെയ്യണ സാധനമാണ്. ഇതൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ രണ്ടാമറി ഒരു 10 മിനിറ്റ് കുഴക്കണത്. ഇത് കുഴക്കണതിനനുസരിച്ചാണ് നാൻ സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇനി 5 മിനിറ്റിന് ശേഷം ഒരു 10 മിനിറ്റ് തുടർച്ചയായിട്ട് നന്നായി കുഴച്ചെടുക്കണം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കണം. 10 മിനിറ്റ് കുഴക്കണം. ഇത് കുഴച്ചിട്ട് നമ്മളിപ്പോൾ ഇത് കൈ ഒട്ടുന്നുണ്ട്. ഈ ഒട്ടാത്ത പരുവം ആവണം. അതായത് ഈ കൗണ്ടർ ടോപ്പിലും പിന്നെ കൈമേലൊന്നും ഒട്ടാത്ത, ഇപ്പോൾ കൈമ ഒട്ടുന്നുണ്ട്. ഈ ഒട്ടുന്ന പരുവം മാറി കിട്ടണം. അത് കുഴച്ചിട്ട് മാറണം, അല്ലാതെ പൊടി ഇട്ടിട്ടൊന്നുമല്ല.
കുറച്ച് കുഴച്ചതിൻ്റെ ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂണ്. ഇനി ഓയിൽ ഇതിൽ സെറ്റാക്കണം. ഇത് ആദ്യം ഒഴിച്ചാൽ കുഴക്കണ സമയത്ത് മൈദയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ക്രിസ്പി മാതിരി ആയി പോകും. ഇത് കുറച്ച് കൂടുതൽ കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ ഒഴിക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും. അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് ഇതിന്. നമ്മളിത് നന്നായി കുഴച്ചിതാക്കണം. ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ലേശം മൈദ തൂവിയിട്ടുണ്ട്, അതിലിട്ടിട്ട് നന്നായി കുഴക്കും. ഇതിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുഴക്കണം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മുകളിൽ കുറച്ച് ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ മുകൾ ഭാഗം. ഇനി ഇത് ഡബിൾ ആയതിൻ്റെ ശേഷം നമ്മൾക്ക് ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് നാൻ ഉണ്ടാക്കാം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഈ നാനൊരു പ്രത്യേക ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളിയുടെ ഫ്ലേവറും അതേപോലെ തന്നെ മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറും രണ്ടും കൂടി ചേർന്ന ഒരു ഫ്ലേവർ ആക്കിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. 2 മണിക്കൂർ മുമ്പ് നമ്മൾ കുഴച്ച് വെച്ച ഡോ ആണിത്. ആ മാവ് ഈ രൂപത്തിൽ അതിൻ്റെ ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് നാൻ ഉണ്ടാക്കാം. തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ കൂടി വെച്ച്, ഇപ്പോൾ 2.5 മണിക്കൂറായി. അപ്പോൾ ശരിക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് നാൻ ഉണ്ടാക്കാം. ഇനി ഇത് ഓരോ ഉരുളകളായിട്ട് ഭാഗിക്കാം. അല്പം പൊടി തൂവി കൊടുക്കുക, വളരെ കുറച്ച് തൂവിയാൽ മതി. ഇത് വലുതാക്കിയിട്ടുണ്ടാക്കുക, ചെറുതാക്കിയിട്ടുണ്ടാക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അര കിലോനോണ്ട് ഒരു 13 പീസാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ചെറിയ ടൈപ്പാണ്, വലിയ ഓവർ ടൈപ്പല്ല. ഇതിൽ ഒരു 6 എണ്ണം, ഇതിലൊരു 7 എണ്ണം, അങ്ങനെ 13 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയിട്ട് നമുക്ക് ഇനി ഇത് നമ്മൾ ചപ്പാത്തി പരത്തണ ഏകദേശം അതേ രൂപത്തിന് അങ്ങനെ റൗണ്ടായിട്ട് പരത്തുക. ഇതിങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഗാർലിക്കാണ്. ഗാർലിക്ക് പേസ്റ്റ് ചെയ്താണ് നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കും. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് മല്ലിച്ചപ്പ് കുറച്ച് വെക്കും. മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതാണ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, വളരെ ചെറുതായി അരിഞ്ഞ മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇനി തവയിലിട്ട് കൊടുക്കും. ഒരു ഭാഗം ഒന്ന് ആയതിന് ശേഷം അടുത്ത ഭാഗം മറിച്ചിടും. ഒരു മിനിറ്റ്, 1.5 മിനിറ്റ്. ലോ ഫ്ലെയിമും അല്ല മീഡിയം അല്ല, അതിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമാണ് നമ്മൾ കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി മറിച്ചിട്ടുണ്ട്. ഈ പുറമായിട്ടുണ്ട്, ഈ സൈഡായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഏകദേശം ആയിരിക്കണം. ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 10 സെക്കൻഡും കൂടി ഇങ്ങനെ കിടന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ കൊടുക്കണം. ഗാർലിക് കൊറിയാണ്ടർ ബട്ടർ നാൻ. കൊറിയാണ്ടർ ലീഫാണ്, മല്ലിച്ചപ്പ്. ഇതാ ബട്ടർ കൊടുത്ത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത് അധികം സമയമൊന്നും വേണ്ട. കുറച്ച് ഇത് മൈദ പെർമനൻ്റ് മാവ് നമ്മൾ കുഴച്ചിട്ട് ഇതൊന്ന് പെർമനൻ്റ് ആവണമല്ലോ, അതിനുള്ള സമയം മാത്രമേ എടുക്കണുള്ളൂ. പിന്നൊക്കെ ഈസിയാണ്. ഇതെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. വെള്ളം തീരെ കൂടരുത്, തൈര് കൂടരുത്. പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം. അധികം ചൂടുവെള്ളം ആവരുത്, ഇളം ചൂടുവെള്ളം ആവാനേ പാടുള്ളൂ. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരെണ്ണം ചുട്ട് കഴിയാറാവുമ്പോഴേ അടുത്തത് പരത്താവുള്ളൂ. ആദ്യം പരത്തി വെക്കരുത്. ബോൾ പിടിച്ച് ജസ്റ്റ് ആക്കി വെച്ചാൽ മതി. പിന്നെ പരത്തുന്ന സമയത്ത് മാത്രമാണ്, പരത്തിയതിൻ്റെ ശേഷമാണ് ഇതിൽ ഗാർലിക്കും ഇതൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഒരു 5 മിനിറ്റൊക്കെ പിടിക്കും ഒരെണ്ണത്തിന്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഒരിക്കൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ സമയമൊന്നും അവിടെ കണക്കാക്കില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചിരിക്കും. അത്രയും ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ കറി, മുട്ടക്കറി, ബീഫ് എല്ലാതും നടക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.